സ്ഥിരം തെലുങ്ക് സിനിമകളൊക്കെ പോലെ നായകൻ്റെ ഇൻട്രോ, അത് കഴിഞ്ഞിട്ട് ഒരു പാട്ട്, പിന്നെ ഒരു ഫൈറ്റ്, അങ്ങനത്തെ ഒരു സ്ഥിരം ഗിമ്മിക്സുകളൊന്നുമില്ലാത്ത ലക്കി ഭാസ്കറൊക്കെ പോലെ ഒരു ക്വാളിറ്റി ഉള്ളൊരു പടം ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് ഈ കുബേരയുടെ തുടക്കത്തിലെ ഒരു അരമണിക്കൂറോളൊക്കെ നിൽക്കുന്നത്. നാഗാർജുനയുടെ ക്യാരക്ടറുണ്ട്. അപ്പോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളി വളരെ സിൻസിയറായിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സിസ്റ്റം പുള്ളിക്ക് നല്ലതൊന്നും ചെയ്തിട്ടില്ല. പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ കോൺഫ്ലിക്ട്സ്, ആ ക്യാരക്ടർ എക്സ്പോസിഷൻ തന്നെ ഗംഭീരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തുടക്കം വലിയൊരു സ്കാം ആ രീതിയിൽ പോകുന്നു. അതിനുശേഷം മെയിൻ ഹീറോ ആയിട്ടുള്ള ധനുഷിനെ പരിചയപ്പെടുത്തുന്നു. അതൊരു ധനുഷിൻ്റെ ക്യാരക്ടർ അതെല്ലാം ഈ സ്കാമിലേക്ക് വരുന്നതും നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന, അതായത് ഈ കോർപ്പറേറ്റും പിന്നെ അധികാരത്തിലുള്ളവരും തമ്മിലുള്ള ആ ഒരു അധികാര കൂട്ടുകച്ചവടം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് വളരെ ത്രില്ലിംഗ് ആയിട്ട് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ് ഈ സിനിമയുടേത്. അതിനുശേഷം പിന്നീട് ഒരു സ്ഥിരം തെലുങ്ക് സിനിമയുടെ ഫാൻറ്റസി ഫോർമാറ്റിലേക്കാണ് ഈ സിനിമ പോകുന്നത്. ഇന്ത്യയിലുള്ള മുഴുവൻ പിച്ചക്കാർക്കും താമസവും പാർപ്പിടവും മരുന്നുകളും ഒക്കെ നൽകി പിച്ചക്കാർ എന്നുള്ളൊരു വർഗം തന്നെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നായകൻ. അപ്പോൾ ഈ നായകൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് മാതാപിതാ ഗുരു പിച്ചക്കാരൻ ആ രീതിയിലാണ്. കാരണം ഭക്ഷണം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടി, നിങ്ങൾക്ക് ഐശ്വര്യം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് പിച്ചക്കാരൻ എന്നുള്ള രീതിയിൽ ഈ ഒരു പിച്ചക്കാരൻ്റെ രീതിയിലുള്ള വേദാന്തങ്ങളൊക്കെ കുറേ കേൾക്കാം. പക്ഷേ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ എവിടെ പോലും ഇത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള ഒരാളാണ് നായകൻ. പണിയെടുത്ത് ജീവിക്കുന്നതിനെ കുറിച്ച് ഈ ഭാഗത്തേക്ക് ചിന്തിക്കുന്ന പോലുമില്ല. പിന്നെ ഇന്ത്യയിലെ മുഴുവൻ പിച്ചക്കാർക്കും ഇതുപോലുള്ള ഈ നല്ല കാര്യങ്ങളൊക്കെ നൽകുന്നത് വല്ലവൻ്റെ കാശിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു വിരോധാഭാസം. ഇനി വിരോധാഭാസത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഭൂരിഭാഗം നേരം പിച്ചെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊരു പിച്ചക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് കഥ പറഞ്ഞിട്ട് ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ മെയിൻ വില്ലൻ ഉണ്ടല്ലോ, മെയിൻ വില്ലൻ പിച്ചക്കാരൻ്റെ ഒരു ജീവിതം ജീവിച്ച് കാണിക്കാൻ മെയിൻ വില്ലനോട് പറഞ്ഞിട്ട് ആ സീനിൽ കയ്യടി മേടിക്കുന്ന ആ രീതിയിലുള്ള വിരോധാഭാസവും ഈ സിനിമയിലുണ്ട്. അതായത് ഒന്നെങ്കിൽ പിച്ചക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് കഥ പറയുക, അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂ കഥ പറയുക. ഇതിനിപ്പോൾ വേറെ ഒരു ഭാഷയാണ് മലയാളത്തിൽ പറയുക, അതിപ്പോൾ വീഡിയോ റിവ്യൂവിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ ധനുഷ് ഫസ്റ്റ് ഹാഫിൽ അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പുള്ളി ആ സെയിം വീട്ടിൽ തന്നെ വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ മടുപ്പിക്കുന്നുണ്ട്. രശ്മികയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തീരെ എക്സ്പ്രസീവ് അല്ല ഈ രശ്മിയുടെ കണ്ണ് എന്ന് പറയുന്നത്. പുള്ളിക്കാരി ചില സീനുകളിലൊക്കെ അഭിനയിക്കുക കാണുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു കാഴ്ചയില്ലാത്തൊരു ക്യാരക്ടറാണോ പുള്ളിക്കാരി അവതരിപ്പിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ നാഗാർജുനയുടെ ക്യാരക്ടർ കൊള്ളായിരുന്നു, പുള്ളിയുടെ ആ ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ നാഗാർജുനയുടെ ക്യാരക്ടറിന് ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്ന ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ നമുക്ക് എൻഗേജിങ് ആയിരുന്നു. ഇന്ന് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ പൂർണ്ണമായിട്ട് ഒരു പിച്ചക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് വരുന്നത്. അതായത് പ്രധാനപ്പെട്ട ക്യാരക്ടർ നായകൻ ഒരു പിച്ചക്കാരനായതുകൊണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം നല്ല രീതിയിൽ സെക്കൻഡ് ഹാഫിലേക്കുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ പിച്ചക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇവർ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ബ്ലണ്ടറാണ്, തീർത്തും ബ്ലണ്ടർ എന്ന് പറയാം. അതൊട്ടും വർക്കാവുന്നില്ല എന്നാണ്, പരിതാപകരമായിട്ടാണ് അത് സ്ക്രീനിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നതും അതും ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഏത് ലോജിക്കിലാണ് ഇവരെടുത്തിരിക്കുന്നത് എന്നൊക്കെ അറിയില്ല. അപ്പം അങ്ങനെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ശോകം ക്ലൈമാക്സ് നൽകിയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിജയ് ആൻ്റണിയുടെ ഒരു സിനിമയുണ്ട് പിച്ചക്കാരൻ എന്ന് പറയുന്നത്, തമിഴിലും തെലുങ്കിലും ഒരേപോലെ ഹിറ്റാണ്. കാരണം ഇതുപോലുള്ള സെൻറ്റിമെൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ആവുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ രണ്ട് ഇൻഡസ്ട്രികളും. അതുപോലെ തന്നെ ഇതിൽ ഈ പിച്ചക്കാരൻ ആ ഒരു സൈഡിലുള്ള ആ ഒരു സെൻറ്റിമെൻറ്റ് വർക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ശരിക്കും ഈ സിനിമയ്ക്കായിരുന്നു പിച്ചക്കാരൻ എന്ന് പേരിടേണ്ടിരുന്നത്. സിനിമയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് 3 മണിക്കൂറിനടുത്തുണ്ട് ഇതിൻ്റെ റൺ ടൈം എന്ന് പറയുന്നത്. ഇരുത്തി മടുപ്പിക്കുകയാണ്. അതിൽ 1.5 മണിക്കൂറുള്ള ഫസ്റ്റ് ഹാഫ് പിന്നെയും കുഴപ്പമില്ല, നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് നമുക്ക് തിയേറ്ററിൽ ഇരിക്കാൻ തന്നെ പറ്റില്ല എന്നതാണ് വാസ്തവം. അത് സഹിച്ച് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ടാസ്ക്കാണ്. ക്ലൈമാക്സിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി, ഒന്ന് പടം കഴിഞ്ഞ് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള രീതിയിലുള്ളൊരു വധം ഫീലാണ് ഈ കുബേര എന്നുള്ള സിനിമ നൽകുന്നത്.